കമ്പ്യൂട്ടർ ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ബൈനറിയുടെ നമ്പറോ ക്യാരക്ടറോ ഇൻസ്ട്രക്ഷൻ ഒക്കെ വെച്ചിട്ട് ബൈനറി കോഡ് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ബൈനറി കോഡഡ് ഇൻ എ ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതില് ബൈനറി കോഡ് BCD എന്ന് വെച്ചാൽ ബൈനറി കോഡഡ് ഡെസിമലാണ് BCD. BCDയിൽ ഈച്ച് ഡിജിറ്റും റെപ്രസെന്റ് ചെയ്യുന്നത് 4 ബിറ്റ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. ഡെസിമൽ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് താഴെ. അതിന്റെ BCD എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുമ്പോൾ 4 ഡിജിറ്റ് വെച്ചാണ് BCD റെപ്രസെന്റ് ചെയ്യാം. ഡെസിമൽ നമ്പറിനെ അതിന്റെ BCDയിലേക്ക് നമുക്ക് ബൈനറി കോഡ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഡെസിമൽ നമ്പർ 0 വന്നേക്കുന്നത് BCD 0നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ഡിജിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ 4ഉം 0 ആയിട്ട് കൊടുത്താൽ BCD 0 കിട്ടി. അതുപോലെ ഡെസിമൽ നമ്പർ 1നെ കഴിഞ്ഞ ക്ലാസ്സില് തീർത്തിട്ടുണ്ടായിരുന്നോ? BCD അഡീഷൻ സബ്ട്രാക്ഷൻ എടുത്തു. അഡീഷൻ സബ്ട്രാക്ഷൻ എടുത്തല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എറർ ഡിറ്റക്ഷൻ കോഡ് തുടങ്ങിയാണ് വേണ്ടത്. BCD അവിടെ കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ PPT ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു. നോക്കിയാൽ മതി കേട്ടോ. 2 9 റെപ്രസെന്റ് ചെയ്യുമ്പോൾ 4 ഡിജിറ്റ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അഡീഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടാവും. അഡീഷൻ സബ്ട്രാക്ഷൻ പറയുമ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ എറർ ഡിറ്റക്ഷൻ കോഡ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് യൂസ് ടു ഡിറ്റക്ട് എറർ ഡ്യൂറിങ് ദ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ് എന്ന് പറയാൻ പോണത് എറർ ഡിറ്റക്ഷൻ കോഡ്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് പാരിറ്റി ബിറ്റ്. ഈ പാരിറ്റി ബിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തരുന്ന നമ്പേഴ്സ്, കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില് കുറച്ച് നമ്പേഴ്സ് ആയിട്ട് ഒരു വേർഡ് തന്നിരിക്കും. ഇപ്പൊ 7 ആണ് തന്നിട്ടുണ്ടെങ്കിൽ 4 ഡിജിറ്റിൽ നമ്മൾ 7 എങ്ങനെ അടയാളപ്പെടുത്തും? 0 1 1 1 4 6 7. ഇതിൽ നമുക്ക് ഈ പാരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ പാരിറ്റി 2 തരത്തിലാണുള്ളത്. ഈവൺ പാരിറ്റിയും ഓഡ് പാരിറ്റിയും. ഈവൺ പാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ബൈനറി നമ്പേഴ്സിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്പർ ഇവിടെ നോക്കി, ഇവിടെ 0 1 1 1 എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 3 നമ്പർ വൺസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഈവണിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ക്വസ്റ്റ്യനിൽ ഈവൺ പാരിറ്റിയാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 1 കൂടി ഉണ്ട്. അപ്പൊ നമുക്കിത് ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവൺ ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? പാരിറ്റി ബിറ്റ് ഈവൺ പാരിറ്റി ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വൺസിന്റെ എണ്ണം നോക്കാം. അത് ഈവൺ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട്, ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഈവൺ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് 1 ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിനെ ഓഡ് പാരിറ്റിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതായിരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ 1 1 ആയിരുന്നു, ഇതിനെ ഓഡിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0 കൊടുക്കും. അപ്പൊ ഇത് ഓഡ് പാരിറ്റി ആയി, ഇത് ഈവൺ പാരിറ്റി ആയി. ക്ലിയർ ആണോ അത്? ഓഡ് പാരിറ്റി മനസ്സിലായില്ല. ഓഡ് പാരിറ്റി ഓഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൺസുകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിരിക്കണം. അപ്പൊ ഇതിൽ എത്ര ഓഡ് നമ്പർ എടുത്തത്? ഓൾറെഡി 0 1 1 1 അല്ലേ? 0 1 1 1 3 1 ഉണ്ട്. ആ 3 1 ആവുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് പറഞ്ഞാൽ ഓടാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി എന്ത് ചെയ്യണ്ട? ഇനി 1ന് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പൊ പകരം ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം തന്നെ. 0 വെറുതെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്കിത് ഓടായി. അപ്പൊ 0 1 1 ആയിരുന്നു നമ്മുടെ ഡിജിറ്റ്. ഇതിനെ ഈവൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു പാരിറ്റി, ഒരു ബിറ്റും കൂടി നമുക്ക് തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു ബിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈവൺ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന പാരിറ്റിയിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടോ അത് നോക്കാം. അത് ഈവൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കത്, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഓഡ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് 1 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് തന്നിരിക്കുന്നത് 3ഉം 4 1 ആയിരുന്നു എന്ന് വിചാരിക്കാം. 4ഉം 1 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് അടുത്ത ബിറ്റ് ആഡ് ചെയ്യണത് ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് 0 ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് ഓൾറെഡി ഇത് 1 ആണ്. 4ഉം ഈവൺ ആണ്. ഈവൺ ആയതുകൊണ്ട് 0 കൊടുത്തു. ഇനി ഇവിടെ ഇത് ഓഡ് ആയതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കാം? ഇവിടെ നമ്മൾ 1 0 കൊടുത്തു. ഓഡ് പാരിറ്റി ആയി, ഇത് ഈവൺ പാരിറ്റി ആയി. ഇപ്പൊ ക്ലിയർ ആയത്? വീട്ടിലേക്ക് വരാം. ആണോ? ആഡ് 1 എക്സ്ട്രാ ബിറ്റ് ടു മെയിൻറ്റെയിൻ ഈവൺ ഓർ ഓഡ് പാരിറ്റി. അത് പാരിറ്റി ബിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറഞ്ഞേക്കണത് ഒരു എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യാനാണ്. അങ്ങനെ എക്സ്ട്രാ ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈവൺ പാരിറ്റി ആണ് ആക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് ഈവൺ ആണോ ചെക്ക് ചെയ്യാം. ഈവൺ ആണെന്നുണ്ടെങ്കിൽ 0 കൊടുക്കുക. ഓഡ് ആണെന്നുണ്ടെങ്കിൽ ഈവൺ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുക്കാം. ഈ ഓഡ് പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടെന്ന് നോക്കാം. അത് ഓഡ് ആണെങ്കിൽ അത് ഓഡ് പാരിറ്റി ആയി, അപ്പൊ നമ്മൾ 0 കൊടുത്താൽ മതി. പക്ഷെ അത് ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ക്ലിയർ ആയപ്പോ? ക്ലിയർ.
പാരിറ്റി എന്താന്ന് പറയുന്നത്? പാരിറ്റി ഈസ് എൻ എക്സ്ട്രാ ബിറ്റ് ആഡഡ് ടു ദ ബൈനറി നമ്പർ ടു ഹെൽപ്പ് ഡിറ്റക്ട് എറർ ഇൻ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ഒരു സെന്ററിൽ നിന്നും റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് അതിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പാരിറ്റി ബിറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഒരു എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യും? ഒരു നമ്പേഴ്സും ഒരു ബിറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ആ എൻ്റർ ചെയ്യുന്ന ബിറ്റ് ഒന്നില്ലെങ്കിൽ ഈവൺ ബിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് ബിറ്റ് ആയിരിക്കും. അപ്പൊ ഈവൺ പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈവൺ പാരിറ്റി ആണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് അതിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പൊ അതിൽ ഈ പാരിറ്റി ബിറ്റും കൂടി നോക്കിയിട്ട് വേണം അത് ഈവൺ ആവണമെങ്കിൽ. അതുപോലെ ഓഡ് നമ്പർ എടുക്കുമ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് വൺസും ആ ആഡ് ചെയ്യുന്ന പാരിറ്റി ബിറ്റും കൂടി നോക്കുമ്പോൾ അത് എന്തായിരിക്കണം? ഓടായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അത് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ 4 ബിറ്റ് ഡാറ്റയാണ് തന്നേക്കുന്നത് 1011. അപ്പൊ നമുക്ക് വണ്ണിനെ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് 3 വൺസ് കിട്ടി. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഈവൺ പാരിറ്റി ആക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈവൺ പാരിറ്റി ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ ബിറ്റ് പാരിറ്റി ബിറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ബിറ്റ് 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ട്രാൻസ്മിറ്റഡ് ഡാറ്റ 5 ബിറ്റ് ഡാറ്റ ആയി. അതായത് 4 ബിറ്റ് ഡാറ്റ ആയിരിക്കും. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് 5 ബിറ്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈവൺ നമ്പർ. അവിടെ 1ന്റെ എണ്ണം 3 ആയതുകൊണ്ട് ഒരു 1 കൂടി ആഡ് ചെയ്തിട്ട് 1011 ആക്കിയിട്ട് നമ്മളോട് കൊടുത്തു. അപ്പൊ 4-1 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ പാരിറ്റി ബിറ്റ് അച്ചീവ് ചെയ്തു 4-1 ആയപ്പോ. ഇനി ഓഡ് പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1011 അവിടെ ഓൾറെഡി 3 വൺസ് ആണ് ഉള്ളത്. അപ്പൊ ഓഡ് പാരിറ്റി എന്ന് പറഞ്ഞാല് വൺസുകളുടെ എണ്ണം ഓടായിരിക്കണം. അപ്പൊ ഓൾറെഡി 3 1 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത്? ഓൾറെഡി ഓഡ് നമ്പർ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് പാരിറ്റി ബിറ്റ് ആയിട്ട് 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 4 ബിറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇത് 5 ബിറ്റ് ആയിട്ട് മാറും. ആ 5 ബിറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഓഡ് പാരിറ്റി തന്നിരിക്കുന്ന നമ്പർ 3 വൺസ് ഉള്ളത് കൊണ്ട് 0 ആയിട്ട് ഓഡ് പാരിറ്റി 0 ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 1011 എന്ന് കിട്ടും. ക്ലിയർ ആണോ അത്? ക്ലിയർ ആയി. ഇനി റിഫ്ലക്റ്റഡ് കോഡ്. റിഫ്ലക്റ്റഡ് കോഡിന് തന്നെ പറയുന്ന അനദർ നെയിമാണ് ഗ്രേ കോഡ് എന്ന് പറയും. ഗ്രേ കോഡ് എന്ന് പറയുമ്പോൾ ഓൺലി 1 ബിറ്റ് ചേഞ്ച് ആണ് അറ്റ് എ ടൈം. ഒരു സക്സസ് ആവാൻ വേണ്ടി, ഒരു വാല്യൂ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്നത് 1 ബിറ്റ് ചേഞ്ച് ആണ് ഗ്രേ കോഡിൽ പറയുന്നത്. ഓൺലി 1 ബിറ്റ് ചേഞ്ച് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ ഒരു ബിറ്റ് ചേഞ്ച് ആണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ യൂസറിന്റെ പൊസിഷൻ, എൻകോഡർ ആൻഡ് എറർ കറക്ഷനൊക്കെയാണ് അത് കൂടുതൽ. എൻകോഡറിന്റെ പൊസിഷനും എറർ കറക്ഷനിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രേ കോഡ് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് കോഡ് യൂസ് ചെയ്യുന്നത്. ഗ്രേ കോഡ് എന്ന് പറഞ്ഞാലും റിഫ്ലക്റ്റഡ് കോഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അത് 1 ബിറ്റ് ചേഞ്ച് ചെയ്യാനാണ്. അറ്റ് എ ടൈമിൽ 1 ബിറ്റ് ആണ് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുക സക്സസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് പൊസിഷൻ എൻകോഡിനും എറർ കറക്ഷനും ആണ്. അതെങ്ങനെ വരാവുന്നതിന് ബൈനറി ടു ഗ്രേയും ഗ്രേ ടു ബൈനറി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അപ്പൊ ഒരു ലാസ്റ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഈ ഗ്രേ പറഞ്ഞിട്ട് വരാം. ഗ്രേ കോഡ് എന്ന് പറഞ്ഞാല് ഒരു അൺവെയ്റ്റഡ് കോഡാണ് ഗ്രേ കോഡ്. നോ സ്പെസിഫിക് വെയിറ്റ് ടു ഡിജിറ്റ്. ഒരു ഡിജിറ്റിന് സ്പെസിഫിക് വെയിറ്റ് ഒന്നും പറയുന്നില്ല. ഓൺലി സിംഗിൾ ബിറ്റ് ചേഞ്ച് ഫ്രം 1 കോഡ് ടു നെക്സ്റ്റ് ഇൻ എ സീക്വൻസ്. ഒരു സീക്വൻസിൽ നിന്നും ഒരു കോഡിന്റെ നെക്സ്റ്റ് സീക്വൻസിലേക്ക് ആക്കുമ്പോൾ 1 ബിറ്റ് മാത്രമേ എന്നുള്ള വ്യത്യാസം വരുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ ഫിഗർ തന്നിരിക്കുന്നത്. നമുക്ക് ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. 0 1 2 3 4 വരെയുള്ള ഡെസിമൽ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ബൈനറി തന്നിട്ടുണ്ട്. 0ന്റെ ബൈനറിയാണ് എഴുതിയിരിക്കുന്നത്. 001 0012 10 0011 ഒക്കെ ഇട്ട് 4 വരെയുള്ള ഒരു ബൈനറി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രേ കോഡ് തന്നിട്ടുണ്ട്. ഇനി നമ്മോട് പറയുന്നത് നോക്കി, MSB ഓഫ് ഗ്രേ കോഡ് ഈ സെയിം ആസ് ബൈനറി. MSB ഓഫ് ബൈനറിയുടെ MSB ഇതിന്റെ MSB സെയിം ആയിരിക്കും. MSB എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഡിജിറ്റില് ലെഫ്റ്റ് സൈഡ് വരുന്നത് MSB, റൈറ്റ് സൈഡ് വരുന്നത് LSB ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്നത് ഇതിന്റെ രണ്ടിനെ നോക്കിയേ, ഇവിടത്തെ LSB ഇവിടത്തെ LSB സെയിം ആയിരിക്കും. അതാണ് ഒരു പോയിന്റ് പറയുന്നത്. അതായത് ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. അങ്ങനെ ഇതിന്റെ MSB ബിറ്റ് രണ്ട് സൈഡിലും ബൈനറിയിലും ഗ്രേയിലും MSB ബിറ്റ് സെയിം ആയിരിക്കും. അതുപോലെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആഡിങ് ബൈനറി ബിറ്റ് ആൻഡ് ഡിസ്കാർഡ് ക്യാരി. ഇതിനെ ലെഫ്റ്റ് ടു റൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബൈനറി ബിറ്റ്സിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ ക്യാരി ഉണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നോക്കാം.
ഈ ബൈനറിയും ഗ്രേയും കൊടുക്കുമ്പോൾ ബൈനറിയിൽ ഇപ്പൊ നോക്കിയേ ഈ 3യും 4ഉം ഈ 3യുടെ കേസും 4ന്റെ കേസും എടുക്കുമ്പോൾ ഇത് 1 0 1 0 0 1 ഇവിടെ വരുന്ന ചേഞ്ച് നോക്കിയേ 1 0 എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ്, ഈ 0 1 എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ്. അപ്പോൾ 2 ബിറ്റിന്റെ ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ബൈനറി നമ്പറിൽ വരുമ്പോൾ ഈ അടുത്തടുത്ത രണ്ട് നമ്പറുകൾ തമ്മിൽ 2 ബിറ്റിന്റെ ചേഞ്ചസ് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് 2 3യും ഇത് 4 ആണ്. ഈ 3നെ 4ലേക്ക് ആക്കുമ്പോൾ ബൈനറി നമ്പറിൽ 3നെ 4ലേക്ക് ആക്കുന്ന സമയത്ത് ഇവിടെ 1 0 എന്നുള്ള ബിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ 1 0 ബിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് ചേഞ്ച് ചെയ്യുന്നില്ല, ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ബിറ്റോ 3 ബിറ്റോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വരുന്നുണ്ട്, ഈ ബൈനറി നമ്പറിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ഇതിന് വരുമ്പോൾ ഉദ്ദേശിച്ചത് ഈ റൈറ്റ് സൈഡിൽ 1 0യും ഇപ്പുറ സൈഡിൽ 0 1 അങ്ങനെയാണോ? ഇന്റർചേഞ്ച് ചെയ്താണോ? ഇതില്ലേ, ഇതിപ്പോ നോക്കിയാൽ 1 0 ചേഞ്ച് ആയി, ഇവിടെ 0 1 ചേഞ്ച് ആയി. അപ്പൊ 2 ചേഞ്ചസ്, ഈ 2 നമ്പറുകൾ അടുത്തടുത്ത 3 3യും 4ഉം അടുത്തടുത്ത 2 നമ്പറാണ്. അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 ചേഞ്ച് ആണ് 2 നമ്പറുകൾ എടുത്ത് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഗ്രേ കോഡിൽ നോക്കിയാൽ ഗ്രേയിൽ 1ഉം 2 എടുക്കുമ്പോൾ നോക്കിയാൽ 1ഉം 1ഉം ചേഞ്ച് വരുന്നില്ല. ഇവിടെ 0യും 1ഉം മാത്രമേ ചേഞ്ച് ഒരു ബിറ്റിനെ ചേഞ്ച് വരുന്നുള്ളൂ. അത് 0 0 1 എന്നുള്ളത് 1ലുണ്ട്. അപ്പൊ ഇവിടെയും 0 0 1 എന്നുള്ളത് 1ലുണ്ട്. പിന്നെ വരുന്ന ഈ ഒറ്റ ചേഞ്ച് അല്ലേ ഉള്ളൂ, 0യും 1ന്റെ ഒറ്റ ചേഞ്ച് വരുന്നുള്ളൂ. ഇവിടെ വരുമ്പോ നോക്കിയേ, ഇവിടെ രണ്ടോടത്തും 3 എന്ന് പറയുമ്പോ ഈ ഇതൊരു 2 ഇതൊരു 1. അപ്പൊ ഇവിടെയും 1 ആയിരുന്നു, ഇവിടെയും 1 ആയിരുന്നു. ഈ 2 ഇവിടെ ചേഞ്ച് ആയില്ലേ, ഈ 4 എന്ന ബിറ്റ് വന്ന സമയത്ത് 1ഉം 0യും അടുക്കത്തെ അടുക്കത്തെ അതും ചേഞ്ച് ആണ്, ഇതും ചേഞ്ച് ആണ്, ഇതും ചേഞ്ച് ആണ്. 3 ബിറ്റിന് ഏറ്റവും കുറഞ്ഞ 2 ബിറ്റിന് 3യും 4ഉം വരെ വരാം, അതിന് കുഴപ്പമില്ല. അത് ഇതിൽ വരും, ബൈനറിയിൽ അങ്ങനെ വരും. ബൈനറിയിൽ 2 ഏറ്റവും കുറഞ്ഞത് 2 2 3 4 വരാൻ ചേഞ്ചസ്. ഇപ്പൊ ഇതില് ഈ 3യും 4ഉം ഇതില് 3 ഉണ്ട്. അതിനാണ് ഈ 3 ഒറ്റയ്ക്ക് 3 ഒരുമിച്ച് ക്ലോസ് വരച്ചേക്കുന്നത് 3 ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 2 ബിറ്റെങ്കിലും ഏറ്റവും കുറവുകൂടി ഉണ്ടാവും. പക്ഷെ ഗ്രേക്ക് ഒറ്റ ബിറ്റിന്റെ ചേഞ്ച് വരുള്ളൂ. ഇവിടെ ഈ 1ഉം 2 എടുക്കുന്ന സമയത്ത് ഒരു ബിറ്റ് വന്നു, അവര് 3യും 4ഉം എടുക്കുമ്പോൾ നോക്കിയാൽ ഒരു ബിറ്റല്ലേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇവിടെയും 0 0 1 1, ഇവിടെ 0യും 1 മാത്രം. അപ്പൊ ഇങ്ങനെ ഗ്രേ കോഡിൽ ഓരോ നമ്പർ എടുത്ത് ചെക്ക് ചെയ്താലും അതില് ഒരു ബിറ്റ് അടുത്തടുത്ത 2 നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റിനെ ഗ്രേ കോഡിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതാണ് ഓൺലി സിംഗിൾ ബിറ്റ് ചേഞ്ച് മാത്രമേ ഗ്രേ കോഡിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ബൈനറിലാവുമ്പോൾ അത് 2ഉം വരാം, 3യും വരാം, 4ഉം വരാം, എത്ര വേണമെങ്കിലും വരാം. 8 നമ്പർ ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 8ഉം വ്യത്യാസമായിട്ട് വരാം. അപ്പോ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഗ്രേ കോഡിൽ സിംഗിൾ ബിറ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ക്ലിയർ ആണോ? MSB ഓഫ് ദ ഗ്രേ ഈസ് സെയിം ആസ് ബൈനറി. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഗ്രേയിലും ബൈനറിലും സെയിം ആയിരിക്കും. പിന്നെ വരുന്നത് അടുത്തത് ഒരു നമ്പർ. ഇത് ബൈനറിനെ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ 13 ആണ്. ഈ 13 1 3നെ നമുക്ക് എന്ത് ചെയ്യാം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ബേസ് 10 ആണ്. ഡെസിമൽ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ബൈനറിനെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ 30 എന്ന് പറയുമ്പോൾ നോക്കി, ഇത് 1 പൊസിഷനിൽ, ഇത് 2ന്റെ പവർ ആയിട്ട് നമ്മൾ എഴുതാം, 2ന്റെ പവർ 3, ഇത് 4 ആണ് വരിക. അപ്പൊ ഡിജിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും, ഇത് 1 വരും, ഇത് 2 ആയിരിക്കും, ഇത് 4ന്റെ ഇത് 4ന്റെ ഡിജിറ്റ്, ഇത് 8 ആണ്. അപ്പൊ നമ്മുടെ ഈ 8ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 വന്നു, 12ഉം 1ഉം 13 കിട്ടി. ഇതിന്റെ 2ന്റെ പവർ ആയിട്ടല്ല നമ്മൾ എഴുതാം. 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3, 2 പവർ 4. ഇങ്ങനെയാണ് നമ്മൾ ഇതിന് പ്ലേസ് വാല്യൂ കൊടുക്കാം. അപ്പൊ 2 പവർ 0 എന്ന് പറയുമ്പോൾ അത് 1 വരും, 2 പവർ 1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും, 2 പവർ 2 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും, ഇത് 8, ഇത് 60. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ 1 വരുന്നിടത്തൊക്കെ നമ്പർ കൊടുക്കും. ഈ 1 വരുമ്പോൾ ഇവിടെ 1 വന്നു, 2ല് 0 ആണ്, ഈ 4ല് വീണ്ടും 1 വന്നു, പിന്നെ വരുന്നത് 8ല് 1 ആണ്. അപ്പൊ 8ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടി. 12 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 13 നമ്പർ. ഇതാണ് ഡെസിമൽ നമ്പർ. ഈ ഡെസിമൽ നമ്പറിനെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബൈനറി കൺവേർട്ട് ചെയ്തിട്ട് 1 1 0 1 എന്ന് എഴുതി. ഇത് ക്ലിയർ ആണോ? കുറച്ച് മനസ്സിലായി. അതെ, അതായത് നമുക്കിപ്പോ ഈ പ്ലേസ് വാല്യൂ എഴുതുന്ന സമയത്ത് ഈ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ബൈനറി എന്ന് പറഞ്ഞാൽ സീറോസും വൺസും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡെസിമൽ നമ്പർ 13 ആണ്. ഈ 13 എന്ത് ചെയ്തു, ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇങ്ങനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2ന്റെ പവർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് പോലെ 2 പവർ 0, ആദ്യത്തെ ഡിജിറ്റ് 2 പവർ 0 ആയിരിക്കും, പിന്നെ 2 പവർ 1, 2 പവർ 2, 3 അങ്ങനെ പോകും. അപ്പൊ 2ന്റെ പവർ 0 ആകുമ്പോൾ അത് 1 എന്ന് വരും. 2 പവർ 1 എന്ന് പറയുമ്പോൾ 2 തന്നെ ആയിരിക്കും. 2 പവർ 2 എന്ന് പറയുമ്പോൾ 2 × 2 4 വരും. പിന്നെ വരുമ്പോൾ 4 × 2 വരുമ്പോൾ 8 കിട്ടും.
8 into 2 എന്ന് പറയുമ്പോൾ 60 കിട്ടും. ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. എത്ര ബിറ്റ് വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടത്തെ നോക്കിയേ, ഇവിടെ 13 നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. 13 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ 1 ആക്കിയാൽ മതി? ഈ 8ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, 4 1 കൊടുക്കുക, അപ്പൊ 12 ആയി. ഇനി ഒരു 1 കൂടി വരുമ്പോൾ 13 ആയി. അപ്പൊ ഇവിടെ ഒരു 1 കൊടുത്തു, ഈ 2ന്റെ സ്ഥാനത്ത് 0 കൊടുത്തു. അങ്ങനെയാണ് ഈ ഡിജിറ്റ് ഇവിടെ, ബൈനറി ഡിജിറ്റ് ഇവിടെ വന്നത്. അത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഈ സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത് MSB ഓഫ് ഗ്രേ ഇൻ ദി സെയിം ആസ് ബൈനറി. ബൈനറിയുടെ സെയിം ആയിരിക്കും MSB ഓഫ് ഗ്രേ. MSB എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ വശത്ത് വരുന്നതാണ് MSB ബിറ്റ്, ഈ വശത്ത് വരുന്നത് LSB ബിറ്റ് ആണ്. അപ്പൊ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്തായിരിക്കും? ഗ്രേയിലും ബൈനറിയിലും സെയിം ആയിരിക്കും. അപ്പൊ ഈ 1 തന്നെ ആയിരിക്കും നമ്മൾ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ബിറ്റ്. അതെടുത്ത് ക്ലിയർ ആണോ? അപ്പൊ ബൈനറി കൊടുത്ത ഏത് നമ്പർ ആണോ ആ നമ്പർ തന്നെ ആയിരിക്കും ഗ്രേയിലും വരാം. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് ഈ 1 തന്നെ ഇവിടെ ഇറക്കിയിട്ടു. ഇനി അടുത്ത ബിറ്റ് എടുക്കുമ്പോൾ ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്യും. ഇവിടെ അഡീഷൻ ആണ്, അതായത് ആൻഡ് ഓപ്പറേറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്. 1 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കൊടുക്കുക? 0 ക്യാരി 1 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 0നെ പുട്ട് ചെയ്യും, ക്യാരി 1നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുക. ബൈനറി ബിറ്റ്സുകൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് മനസ്സിലായില്ല. പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റത്തെ ഈ ബിറ്റ് അങ്ങനെ തന്നെ ഇറക്കി വിട്ടു. ഞാനത് ഒന്നും കൂടി ചെയ്ത് കാണിച്ചു. എഴുതാം. നമ്മൾ എടുത്തത് 1 1 0 1 1 0 1 ആയിരുന്നു നമ്മുടെ നമ്പർ. ഇപ്പൊ ഈ 1നെ തന്നെ ഇവിടെ 0 ആയിരുന്നു കേട്ടോ. ഈ 1 തന്നെ ആദ്യം ഇറക്കിയിട്ടു. അതായത് MSB ബിറ്റ് ഇത് ബൈനറിയുടെ ആണെങ്കിലും ഗ്രേഡ് ആണെങ്കിലും സെയിം തന്നെയാണ്. അപ്പൊ ഈ 1 തന്നെ ഇറക്കിയിട്ടു. ഇനി നമുക്ക് അടുത്ത ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്യാം. ഈ 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് സാധാരണ കേസിൽ 1ഉം 1 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ 0 കൊടുക്കും. പിന്നെ 1 ഉള്ളത് അടുത്ത 1 വരും, ക്യാരി ഒരു 1 വരും. പക്ഷെ നമുക്ക് എന്താ വേണ്ട ഇവിടെ? ഈ ക്യാരി വേണ്ട, ഈ 1 0 മാത്രം മതി. അപ്പൊ അടുത്ത ഡിജിറ്റ് നമ്മൾ 0 കൊടുക്കും, 0 ഇവിടെ കൊടുക്കും, ക്യാരി ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് അടുത്ത ഡിജിറ്റ് എടുക്കണ്ടേ നമുക്ക്? അപ്പൊ ഈ 1ഉം 0യും കൂടി ആഡ് ചെയ്യാം. 1ഉം 0യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. വീണ്ടും അടുത്ത 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇതായിരിക്കും നമ്മുടെ റിസൾട്ട്. അത് 1 0 1 1 എന്ന് കിട്ടും. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ. 1 0 1 1 എന്ന് കിട്ടി നമുക്ക്. അപ്പൊ നമ്മൾ ചെയ്തത് ബൈനറിനെ ഗ്രേയിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. അപ്പൊ 2 സ്റ്റെപ്പ് നമ്മുടെ പറഞ്ഞത് ബൈനറിനെ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഒന്ന് MSB ഓഫ് ഗ്രേ ഈസ് സെയിം ആസ് ദ ബൈനറി. MSB ബിറ്റ് ബൈനറിയുടെയും ഗ്രേയുടെയും MSB ബിറ്റ് സെയിം ആയിരിക്കും. അപ്പൊ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. ആ 1 തന്നെ താഴേക്ക് ഇറക്കിയിടുക. അപ്പൊ അവിടെ 1 ആണെന്നുണ്ടെങ്കിൽ 1 ഇടാം, 0 ആണെങ്കിൽ 0 ഇടാം. അപ്പൊ അവിടെ MSB ബിറ്റിൽ എന്താണ് ഉള്ളത് അത് രണ്ടും സെയിം ആയിരിക്കും. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ആ ഇറക്കിയിട്ട നമ്പർ പിന്നെ മുകളിലേക്ക് തന്നെ വരിക, മുകളിലത്തെ നമ്പറിൽ തന്നെ വരിക. ആദ്യത്തെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, ലെഫ്റ്റിലെ ആദ്യത്തെ നമ്പറും റൈറ്റിലെ അടുത്ത നമ്പറും തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബൈനറി നമ്പർ ആഡ് ചെയ്യുമ്പോൾ ക്യാരി കിട്ടണ കേസ് വരുന്ന സമയത്ത് ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യുക. അവിടെ വരുന്ന നമ്പർ മാത്രം അവിടെ ഇടാം. അത് 1ഉം 1 ആഡ് ചെയ്യുമ്പോൾ മാത്രമേ ക്യാരി വരുള്ളൂ. ബാക്കി 1ഉം 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരും, 0യും 1 ആഡ് ചെയ്യുമ്പോൾ 1 വരും. 1ഉം 1 ആഡ് ചെയ്യുന്ന സമയത്ത് 0 ചുമ്മാ അടുത്തത് ആഡ് ചെയ്യാം. അങ്ങനെ ചുമ്മാ ആഡ് ചെയ്ത് പോവാം. എത്ര ഡിജിറ്റ് ഉണ്ടെങ്കിലും എത്ര ബിറ്റ് ഉണ്ടെങ്കിലും അതുപോലെ ആഡ് ചെയ്ത് പോവാം. അപ്പൊ ക്ലിയർ ആണോ അത്? ക്ലിയർ. ഇനി അടുത്തത് ഗ്രേ ടു ബൈനറി. ഗ്രേ ടു ബൈനറി ആകുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് MSB ഓഫ് ബൈനറി ഈ സെയിം ആസ് ഗ്രേ. നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ വന്നേക്കുന്നത് 1 1 1 0 1 1 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ MSB ഉണ്ടായിരുന്നത് 1 ആയിരുന്നു, അത് തന്നെ ഗ്രേയിലേക്ക് വിട്ടു. ഇത് നമ്മളോട് പറഞ്ഞേക്കണം നോക്കിയേ. ഇന്ന് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ ആഡ് ഈച്ച് ബിറ്റ് ഇൻ ദ ബൈനറി കോഡ് ടു ദ ഗ്രേ കോഡ് ബിറ്റ് ഇൻ ദ നെക്സ്റ്റ് പൊസിഷൻ ആൻഡ് ഡിസ്കാർഡ് ക്യാരി. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എവിടേക്കാ വരണ്ടേ? നേരത്തെ നേരെ ഇതുപോലെ നേരെ ആഡ് ചെയ്ത് പോയി അല്ലെ? ഈ 1ഉം 1 ആഡ് ചെയ്ത് പോയി, 0യും 1 ആഡ് ചെയ്ത് പോയി, ഇങ്ങനെ ആഡ് ചെയ്ത് പോയി.
ഇപ്പൊ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ 1 തന്നെ നമ്മൾ ഇറക്കിയിട്ട് താഴെ ഈ 1ഉം ഈ ഗ്രേയിലെ അടുത്ത നമ്പർ, അതായത് ഫസ്റ്റ് നമ്പർ ഇവിടെ ഇറക്കിയിട്ടു, സെക്കൻഡ് നമ്പർ തമ്മിൽ പ്ലസ് ചെയ്യാം. ഇതും തമ്മിൽ പ്ലസ് ചെയ്യാം. 0 അല്ലേ? ഈ 1ഉം 1ഉം പ്ലസ് ചെയ്യാം. 1ഉം 1ഉം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് അർത്ഥത്തെ പോലെ 0യും ക്യാരിയും കിട്ടും. 0 കൊടുക്കുക, ക്യാരിനെ ഡിസ്കാർഡ് ചെയ്യാം. ഇനി വീണ്ടും ഈ 0യും ഈ മുകളത്തെ 1ഉം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ 0 0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അടുത്ത വീണ്ടും 0യും ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഈ 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 0യും ക്യാരിയും വരും. 0 കൊടുത്തു, ക്യാരിനെ കളഞ്ഞു. ക്ലിയർ ആണോപ്പാ? ക്ലിയർ. ഈ ക്വസ്റ്റൻ ചെയ്ത് നോക്കി വേഗം. ഏതാ 1 0 1 0 1 1 അല്ലേ? അത് ഇപ്പറത്തെ സൈഡിൽ കിടക്കും ഈ ക്വസ്റ്റ്യൻ. ഇത് ആ ക്വസ്റ്റ്യൻ വെച്ച് രണ്ടും ചെയ്തോ. ഗ്രേ ടു ബൈനറി ചെയ്തോ, ബൈനറി ടു ഗ്രേയും ചെയ്തോ. ഗ്രേ ടു ബൈനറി 1 1 0 0 1 0 1 1 0 0 1 0. നോക്കട്ടെ. ബൈനറി ടു ഗ്രേ കിട്ടിയില്ലേ മിസ്സേ? ബൈനറി ടു ഗ്രേ കിട്ടില്ല. ബൈനറി ടു ഗ്രേ നോക്കിയേ, തന്നിരിക്കുന്നത് 1 0 1 0 1 1 1 1 0 0. അതിൽ നമുക്ക് ഒരു ഡിജിറ്റിന്റെ ആവശ്യമുള്ളൂ, 2 ഡിജിറ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ മോളത്തെ മാത്രം മതി, ആഡ് ചെയ്യണ്ട. മോളത്തെ മാത്രം എടുത്താൽ മതി. ഈ ഒരെണ്ണം മാത്രം എടുത്ത് ചെയ്ത് നോക്കിയേ. ഈ 1 0 1 0 1 1 എടുത്തിട്ട് ബൈനറി ടു ഗ്രേ ചെയ്ത് നോക്കി. അപ്പൊ 1ഉം 0യും ആഡ് ചെയ്തിട്ട് 1 എഴുതാ. ആദ്യം 1 ആദ്യം ഇറക്കിയിടാ, 1 ഇറക്കിയിടാ, എന്നിട്ട് 1 0 പിന്നെ 0യും 1ഉം ആണ് ആഡ് ചെയ്യണ്ടേ? 1ഉം 0യും 1 ഇറക്കിയിടാ, 1ഉം 0യും കൂടെ ആഡ് ചെയ്യാ, എന്നിട്ട് ആൻസറും ക്വസ്റ്റ്യനും അല്ലേ? അതന്നെ ആൻസറും ക്വസ്റ്റ്യൻ. 1 1 അതും 1 1 0 0 1 1 ആണല്ലേ കിട്ടി. 1 1 0 0 നോട്ടെ നമുക്ക് കിട്ടിയേക്കണ ക്വസ്റ്റ്യൻസ് ആയിരുന്നു 1 1 0 1 0 1 1 1 അങ്ങനെ തന്നെ ഇട്ടു. ഇനി 1ഉം 0യും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 വരും. വീണ്ടും 0യും 1ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1 വരും. 1ഉം 0യും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും 1 വരും. 0യും 1ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1 വരും. 1ഉം 1ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 0 വരും. ഇങ്ങനെയുള്ള കിട്ടാ. അതെങ്ങനെയാ? ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ. ഫസ്റ്റത്തെ ഡിജിറ്റ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കണം, ഫസ്റ്റത്തെ ഡിജിറ്റ് അങ്ങനെ തന്നെ ഇറക്കി താഴെ ഇട്ടു. അപ്പൊ ഞാൻ ഇവിടുത്തെ 1 ഇറക്കി താഴെ ഇട്ടു. ഇപ്പൊ 1 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനിലെ ആ ഫസ്റ്റത്തെ ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 1 0യും കൂടി ആഡ് ചെയ്തപ്പോൾ 1 കിട്ടി. ഇനി അടുത്ത 0യും 1ഉം തമ്മിൽ ആഡ് ചെയ്യാം. ഈ 0യും 1ഉം തമ്മിൽ ആഡ് ചെയ്യാം, അപ്പോഴും 1 കിട്ടും. ക്വസ്റ്റ്യൻ തന്നെയാണ് ആഡ് ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് 1ഉം 0യും, അപ്പൊ വീണ്ടും 1 കിട്ടും. പിന്നെ 0യും 1ഉം വീണ്ടും 1 കിട്ടും. 1ഉം 1ഉം 0. ഇത് ക്വസ്റ്റ്യൻ തന്നെ ആഡ് ചെയ്താൽ മതി. ഇവിടെ വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം 1 അങ്ങനെ തന്നെ ഇറക്കിയിട്ടു. പിന്നെ ഈ 1ഉം ഈ 0യും തമ്മിൽ ആഡ് ചെയ്യാം, അപ്പോഴും ക്വസ്റ്റ്യൻ തന്നെയാണ് ആഡ് ചെയ്യണം. നമുക്ക് ഇതിന്റെ
ഇവിടെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ആഡ് ചെയ്യണം. 1 ഇറക്കിയിട്ട് 1 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തന്നതാണ്, മാറിപ്പോയിട്ടാ. ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇട്ടതാണ്, ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഒരുമിച്ച് ആഡ് ചെയ്തു. ഓക്കെ, ഇതന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. 1 0 1 0 1 1. ഇത് നമുക്ക് ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, 1 ആദ്യം അങ്ങനെ തന്നെ ഇറക്കിയിട്ടു. ഇനി ഈ 1ഉം ഈ 0യും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ ആണോ? ഇനി ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ 0 വരും, ക്യാരി 1 വരുന്നത് ഡിസ്കാർഡ് ചെയ്യാം. ഇനി ഈ 0യും ഈ 0യും കൂടെ ആഡ് ചെയ്യാം. അപ്പോഴും 0 വരും. ഇനി 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരും. ഈ 1ഉം 0യും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 0 വരും. ഇതുപോലെ കിട്ടും. ക്ലിയർ ആയില്ലേ ഇപ്പൊ? ഇങ്ങനെയാണ് ഗ്രേ ടു ബൈനറി, ബൈനറി ടു ഗ്രേ. അതുപോലെ ഇവിടെ കുറച്ച് ഒരു നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. 24നെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ബൈനറി ടു കൺവേർട്ട് ചെയ്യാനായിട്ട് 24 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം. ഇതുപോലെ ഡെസിമൽ നമ്പർ എടുക്കുക. ഇവിടെ വരെ വരുമ്പോൾ 4 എണ്ണം വരുമ്പോൾ 8 വരും. അടുത്ത് വരുമ്പോൾ 16 വരും. 16 8 കൂട്ടുമ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 24 എന്നുള്ളത് ഈ നമ്പർ കിട്ടി. ഇതിനെ ബൈനറി ടു ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേക്കണത്. 1 അങ്ങനെ തന്നെ ഇറക്കിയിട്ടു. 1ഉം ഇനി 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും. 1ഉം 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരും. പിന്നെയൊക്കെ 0 ആണ് വരും, അതുകൊണ്ട് 0 വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഗ്രേ ടു ബൈനറി, ബൈനറി ടു ഗ്രേ. അതാണ് റിഫ്ലക്റ്റഡ് കോഡും ഗ്രേ കോഡും. ഇനി ആസ്കി പറയാൻ പറ്റേ, ആസ്കിന്റെ ഇതിനൊക്കെ ചെറിയ നോട്ട് മാത്രമേ ഉള്ളൂ. നമുക്കത് പറഞ്ഞു പോവാം. ആസ്കി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മ ആസ്കി ഡെസിമലും ആസ്കി ബൈനറിയും വന്നിരിക്കുന്നത്. ആസ്കി എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററും ഇപ്പൊ നമുക്ക് നമ്മുടെ കീബോർഡിൽ എ തുടങ്ങിയുള്ള സെഡ് വരെ നമ്പർ ഉണ്ട്. അതുപോലെ ഡിജിറ്റ് 0 to 9 വരെയുള്ള ഡിജിറ്റ് ഉണ്ട്. ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പറും കൂടി എന്തിനുണ്ടായിരിക്കും. ഈ ഓരോ ക്യാരക്ടറിനും ഓരോ ലെറ്ററിനും, അത് കീബോർഡിലെ ഓരോ ലെറ്ററിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വേറെ ഉണ്ടായിരിക്കും. അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഡിജിറ്റ് വേറെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ആസ്കി നമ്പർ എന്ന് പറഞ്ഞത്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതില് അതിന്റെ ഡെഫിനിഷൻ തന്നെ വരാം. ഇതില് 7 ബിറ്റ് വെച്ചിട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു BCD ആണെങ്കിൽ 4 ബിറ്റ് ആണെന്ന്. അങ്ങനെ ആസ്കി വരുന്നത് 7 ബിറ്റ് ആയിരിക്കും. 7 ബിറ്റ് വെച്ചിട്ട് 0 to 128 അല്ലെങ്കിൽ 256 വരെ നമുക്ക് ക്യാരക്ടറുകൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എക്ക് ഒരു നമ്പർ ഉണ്ട്, ഒരു ഡിജിറ്റ് നമ്പർ ഉണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ 7 ഡിജിറ്റ് 65ഉം അതുപോലെ സ്മോൾ ലെറ്റർ 7 ഡിജിറ്റ് 97, 0ന് 48. ഇങ്ങനെ ഓരോ കീബോർഡിലുള്ള ഓരോ ഡിജിറ്റിനും ഓരോ ലെറ്ററിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ആസ്കി നമ്പർ ഉണ്ട്. ആ ആസ്കി നമ്പറാണ് ഇവിടെ തന്നേക്കുന്നത്. ഇപ്പൊ ആസ്കിന്റെ ഡെസിമൽ നമ്പർ തന്നു. ഇതിനെ നമ്മൾ തിരിച്ചെഴുതുമ്പോൾ നോക്കിയേ 8 ബിറ്റ് ആക്കിയിട്ട് അതിനെ 7 ബിറ്റ് ആയിരിക്കും വരെ. എപ്പോഴും 8 കൂടി ഇട്ടിട്ടുണ്ട്. ആസ്കി എപ്പോഴും 7 ബിറ്റ് ആണ്. ഈ 7 ബിറ്റിലെ ബൈനറി ആണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. 65 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ 2ന്റെ പവർ ആയിട്ട് എഴുതിയില്ലേ, അതേപോലെ 2ന്റെ പവർ ആയിട്ട് 65നെ അവിടെ റെപ്രസെന്റ് ചെയ്തു. അതാണ് ആസ്കി ഈ 010001 എന്ന് പറയുന്നത്. മറ്റടുത്തത് 97, പിന്നത്തത് 48. അപ്പോ ആസ്കി എന്ന് പറഞ്ഞാല് അമേരിക്കൻ കോഡ് ഫോർ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് ആസ്കി. അത് നമ്മുടെ കീബോർഡിലും അല്ല, ഓരോ ക്യാരക്ടറിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ ഡെസിമലിലും ബൈനറിലും കൊടുത്തു. അതിന് റേഞ്ച് വരുന്നത് 0 to 128 ഉണ്ട്. ഇപ്പൊ നമുക്ക് 0 to 256 വരെയുള്ള നമ്പേഴ്സുകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റേഞ്ച് ആണ് പറഞ്ഞത്. ആസ്കി ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്.
ഇവിടെ നമുക്ക് 8 ബിറ്റ് കാറ്റർ കോഡിംഗ് ആണ്. അവിടെ നേരത്തെ 7 ബിറ്റ് കാറ്റർ കോഡിംഗ് ആയിരുന്നു. ഇവിടെ 8 ബിറ്റ് കാറ്റർ കോഡിംഗ് ആണ്. ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 250 അപ് ടു 256 വരെ 256 കാറ്റർ വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മെയിൻലി യൂസ് ചെയ്യുന്നത് IBM-ന്റെ മെയിൻ ഫ്രെയിമിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആസ്കിനായിട്ട് കമ്പാറ്റബിൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ എപ്സഡിക്കിന്റെ നോട്ട്. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് രൂപം പറയാം. 8 ബിറ്റ് കാറ്റർ കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. IBM-ന്റെ മെയിൻ ഫ്രെയിമിൽ യൂസ് ചെയ്യുന്നു. റേഞ്ച് വരുന്നത് അപ് ടു 256 വരെയാണ്. പിന്നെ ക്യാരക്ടർ എന്ന് പറയുന്നത് നോട്ട് കമ്പാറ്റബിൾ വിത്ത് ആസ്കി. ഇനി അത് വെച്ചോണ്ട് നമുക്ക് തന്നിട്ട് നമ്മൾ പഠിച്ചെല്ലാം ടൈമാണ് തന്നേക്കണത്. അതിൽ പാറ്റേൺ ഹമ്മിങ് പഠിച്ചിട്ടില്ല. ഹമ്മിങ് പറഞ്ഞുതരാം. അപ്പൊ BCD എന്ന് പറയുമ്പോൾ ഡെസിമൽ ഡിജിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. BCD നമ്മുടെ ഡെസിമൽ ഡിജിറ്റ് 4 ബിറ്റ് ഉള്ള ഡെസിമൽ ഡിജിറ്റ് ആണ് BCD റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ടൈപ്പ് BCD യൂസ് ചെയ്യുന്നത് ഡെസിമൽ ഡിജിറ്റ് ആണ്, 4 ബിറ്റ് ആണ് വരിക. പാരിറ്റി അല്ലെങ്കിൽ ഹമ്മിങ് എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷനും വേണ്ടിയിട്ടാണ് എറർ ഡിറ്റക്ഷനും എറർ കറക്ഷനും ആണ് നമ്മൾ പാരിറ്റിയും ഹമ്മിങ്ങും യൂസ് ചെയ്യുന്നത്. അത് പാരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഗ്രേ കോഡ് എന്ന് പറയുന്നത് എൻകോഡർ ആൻഡ് എറർ റിഡക്ഷൻ ഒക്കെയാണ് ഗ്രേ കോഡ് യൂസ് ചെയ്യുന്നത്. N ബിറ്റ് ആയിട്ടായിരിക്കും ഗ്രേ കോഡ് യൂസ് ചെയ്യാം. പിന്നെ ആസ്കി എന്ന് വെച്ചാൽ ടെസ്റ്റ് റെപ്രസെന്റ് ചെയ്യാനാണ്. കമ്പ്യൂട്ടറിൽ ടെസ്റ്റ്, അതായത് നമ്മുടെ ക്യാരക്ടർ ആയിട്ടുള്ള ഈ ABCD അങ്ങനെയുള്ള ഡിജിറ്റുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ആസ്കി യൂസ് ചെയ്യുക. 7 ബിറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് നമുക്ക് ആസ്കിയിൽ യൂസ് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ എപ്സഡിക് മെയിൻ ഫ്രെയിം ബേസ്ഡ് സിസ്റ്റം ആണ്. അത് 8 ബിറ്റ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. PPT കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പഠിക്കാത്തത് ഈ ഹമ്മിങ് കോഡ്. ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഹമ്മിങ് കോഡ് ഒന്ന് നോക്കിയിട്ട് വരാം. ഈ ഹമ്മിങ് കോഡും ഒരു ഹമ്മിങ് ഡിസ്റ്റൻസും ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇതിൽ ഒരു ഹമ്മിങ് ഡിസ്റ്റൻസും ഹമ്മിങ് കോഡും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം ഹമ്മിങ് ഡിസ്റ്റൻസ് നോക്കാം. ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് വാല്യൂസ് നമ്മൾ എടുക്കുകയാണ്, രണ്ട് നമ്പർ നമ്മൾ എടുക്കുകയാണ്. N ബിറ്റ് ആയിട്ടുള്ള ബൈനറി സീക്വൻസ് എടുക്കുകയാണ്. അത് V1 ഉം V2 ഉം. അപ്പൊ ബിറ്റ്വീൻ 2 N ബിറ്റ് ബൈനറി സീക്വൻസ് V1 and V2 ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ് ഇൻ വിച്ച് V1 and V2 ഡിസ്അഗ്രി. അതായത് നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ, ഒരു V1 തന്നിട്ടുണ്ട് 11001, V2 തന്നിട്ടുണ്ട് 1110 തന്നിട്ടുണ്ട്. അപ്പൊ ഒരു V1 ഉം V2 തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഹമ്മിങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ XOR ഓപ്പറേഷൻ നടത്തണം. XOR ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകണല്ലേ ഉള്ളൂ. അപ്പൊ ഈ XOR ഓപ്പറേഷന്റെ കണ്ടീഷൻ ഇപ്പൊ പറയാം. കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ രണ്ട് നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 0യും ഇൻപുട്ട് ആയിട്ട് 2 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ 1 ഉം 1 ആണ് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് 0 ആയിരിക്കും. 1 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, 0 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് ഡിഫറെന്റ് ഇൻപുട്ടുകൾ കൊടുത്താൽ നമുക്ക് 1 എന്ന് കിട്ടും. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ഇൻപുട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത്, അതിന് റിസൾട്ട് 1 എന്ന് കിട്ടും. സെയിം ഇൻപുട്ട് കൊടുത്താൽ അത് 0 കിട്ടും. ഇതാണ് XOR ഓപ്പറേഷൻ. അപ്പൊ ഈ XOR ഓപ്പറേഷൻ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാണ്. അതായത് V1 നമ്പർ തന്നിട്ടുണ്ട്, V2 കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പർ വെച്ചുകൊണ്ട് ഈ XOR ഓപ്പറേഷൻ നടത്താണ്. XOR ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്ലസ് ഇട്ടിട്ട് അതിന് ചുറ്റും ഒരു സർക്കിളിനുള്ളിൽ ഒരു പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കാം? ഇത് XOR ഓപ്പറേഷൻ ആണ്. എങ്ങനെയാണ് XOR ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുക? അപ്പൊ നമുക്ക് ഇതിനെ ഈ V1നെയും V1നെ XOR V2 ചെയ്യാനാണ് ഇവിടെ പറഞ്ഞേക്കണത്. അപ്പൊ നോക്കിയേ, തന്നിരിക്കുന്ന നമ്പേഴ്സ് കിട്ടു. അപ്പൊ ഡിഫറെന്റ് ഇൻപുട്ട് ആണെങ്കിൽ 1 കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ 1 ഉം 0യും ഡിഫറെന്റ് ഇൻപുട്ട് ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 1 കിട്ടി. 0യും 1 ഉം 1 കിട്ടി, 0യും 1 ഉം 1 കിട്ടി. ഇവിടെ 1 ഉം 1 ഉം വരുന്ന സമയത്ത് 0 ആയിരിക്കും, 1 ഉം 1 ഉം വരുന്ന സമയത്ത് 0 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3. നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഇതാണ് നമ്മുടെ ഹമ്മിങ് ഡിസ്റ്റൻസ്. D of V1, V2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഹമ്മിങ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാല് ഇവിടെ കിട്ടുന്ന ഹമ്മിങ് ഡിസ്റ്റൻസ് 3 ആണ്. അത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ XOR ഓപ്പറേഷൻ നടത്താം, എന്നിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ടെന്ന് എഴുതാം. അതാണ് നമ്മുടെ ഹമ്മിങ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ അത്? ഇനി ഇത് രണ്ട് കണ്ടീഷനും പറയുന്നുണ്ട്. ഇഫ് എ കോഡ് സാറ്റിസ്ഫൈഡ് D min സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ D min എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2t + 1. അത് D minimum എന്ന് പറയുന്നത്. ഇപ്പൊ D ആണ് നമ്മളിപ്പോ കാണുന്നത് 3 എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ്
ഗ്രേറ്റർ ദാൻ 2t + 1 വലുതായിരിക്കണം നമ്മുടെ ഡീമിൻ എന്ന് പറയുന്നത്. Then the code can be correct all bit error up to including error of the one bit. അപ്പോൾ ഇതിന്റെ ഒരു കണ്ടീഷൻ പറയുന്നത് ഡീമിൻ എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടീഷനാണ്. ഇതിലും ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ടിയുടെ വാല്യൂ തന്നിട്ട് മിനിമം കാണാനോ മിനിമം തന്നിട്ട് ടിയുടെ വാല്യൂ കാണാനൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരും. അപ്പൊ നമുക്ക് ഡീമിൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2t + 1. ഇതൊരു ടി ആണ്. ടിയുടെ വാല്യൂ കാണാനോ വാല്യൂസ് തന്നിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ മാക്സിമം നമ്പർ ഓഫ് എറേഴ്സ് ഇൻ ടി. ഇതിൽ മാക്സിമം നമ്പർ ഓഫ് എറേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ടി ഈക്വൽ ടു ഡി മിൻ -1. ഇപ്പൊ നമുക്ക് ടി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടി കാണുന്നുണ്ട്. അപ്പൊ എത്ര നമ്പർ ഓഫ് എറേഴ്സ് നമുക്ക് ഇന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ടി ഈക്വൽ ടു ഡി മിൻ -1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് എറേഴ്സ് എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് മിനിമം വാല്യൂ ഇപ്പൊ നമുക്ക് ഡി മിൻ എന്ന് പറയുന്നത് 3 ആണ്. ആ 3 വെച്ചുകൊണ്ട് ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. ടി ഈക്വൽ ടു 3 ആണ് കിട്ടിയത്. 3 - 1 എന്ന് പറയുമ്പോൾ ടി എത്ര നമ്പർ ഓഫ് എറർ ഉണ്ട്? അപ്പോൾ കൂടെ 2 നമ്പർ ഓഫ് എറേഴ്സ് ഉണ്ട്. അപ്പൊ 2 ബിറ്റ് എറർ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ബിറ്റ് എറർ ഉണ്ടാവും, പക്ഷെ 1 ബിറ്റ് കറക്ഷൻ മാത്രമേ നടത്തുള്ളൂ. എപ്പോഴും എററുകൾ ഒന്നിൽ കൂടുതൽ എറർ ഉണ്ടാവാം, പക്ഷെ 1 ബിറ്റിലുള്ള എറർ വരുന്ന കറക്ഷൻ മാത്രമേ ഹമ്മിങ് ഡിസ്റ്റൻസിൽ നടത്തുള്ളൂ. അപ്പൊ ഹമ്മിങ് ഡിസ്റ്റൻസ് ക്ലിയർ ആണോ? ക്ലിയർ. 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, V1 V2. അത് തമ്മിൽ XOR ഓപ്പറേഷൻ നടത്താം. അതിൽ എത്ര നമ്പർ ഓഫ് 1 ഉണ്ടെന്ന് നോക്കാം. അതാണ് നമ്മുടെ ഹമ്മിങ് ഡിസ്റ്റൻസ്. ആ ഡി മിൻ വെച്ചുകൊണ്ട് എത്ര നമ്പർ ഓഫ് എറർ ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ടി ഈക്വൽ ടു ഡി മിൻ -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് എറർ കിട്ടും. അപ്പൊ എത്ര നമ്പർ എറർ ഉണ്ടെന്നുണ്ടെങ്കിലും കറക്ഷൻ എത്ര ഉണ്ടാവുള്ളൂ? 1 ബിറ്റ് കറക്ഷൻ ചെയ്യുള്ളൂ. അതാണ് ഈ കേസ്. ഇതാണ് നമ്മുടെ ഹമ്മിങ് ഡിസ്റ്റൻസ്. ഇനി നമുക്ക് ഹമ്മിങ് കോഡ് ഉണ്ട്. ഇതൊക്കെ ഈ എറർ മെത്തേഡിൽ വരുന്നതാണ്. അതിന്റെ കാണിച്ചു തരാം. ഈ ബൈനറി കോഡ് ഡെസിമലിൽ വരുന്ന ഈ റിഫ്ലക്റ്റഡ് കോഡ് എറർ ഡിറ്റക്ഷൻ കോഡിൽ വരുന്ന ഭാഗമാണിത്. റിഫ്ലക്റ്റഡ് കോഡ് എന്ന ഗ്രേ കോഡ് കാറ്റർ കോഡിംഗ് സ്കീമാണ്. ആ സ്കീം എപ്സിഡിക്കും അതുപോലെ ഈ എറർ ഡിറ്റക്ഷൻ കോഡ്സിൽ വരുന്നതാണ് ഇതൊക്കെ ഈ പറഞ്ഞിട്ട് നമ്മളൊക്കെ. ഹമ്മിങ് കോഡ് പറഞ്ഞിട്ടില്ല, ഡിസ്റ്റൻസ് ആണ് പറഞ്ഞു. ഹമ്മിങ് ഡിസ്റ്റൻസ് ഹമ്മിങ് കോഡ് എങ്ങനെയാണെന്ന് പറയാം. ഹമ്മിങ് കോഡ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിറ്റക്ട് അപ് ടു 2 ബിറ്റ് എറർ ആൻഡ് കറക്റ്റ് സിംഗിൾ ബിറ്റ് എറർ. ഹമ്മിങ് കോഡിലും ഇത് തന്നെ സെയിം കേസ് തന്നെയാണ് പറഞ്ഞത്. 2 ബിറ്റ് എറർ വരെ ഡിറ്റക്ട് ചെയ്യും, പക്ഷെ 1 ബിറ്റ് മാത്രമേ ഇവിടെ കറക്ഷൻ നിർത്തുള്ളൂ. അപ്പൊ ഈ ഹമ്മിങ് കോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് RW ഹമ്മിങ് ആണ്, എറർ കറക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് RW ഹമ്മിങ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് റിഡൻഡന്റ് ബിറ്റ് വെച്ചുകൊണ്ടാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹമ്മിങ് കോഡ് കണ്ടെത്താം. അപ്പൊ ഹമ്മിങ് കോഡിലും 2 പോയിന്റാണ് പറഞ്ഞത്. ഒന്നെന്ന് വെച്ചാൽ 2 എററുകൾ ബിറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ 1 സിംഗിൾ ബിറ്റ് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് RW ഹമ്മിങ് ആണ്. ഇനി നമ്പർ ഓഫ് റിഡൻഡന്റ് ബിറ്റ് കാണാനായിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കും. ആ മെസ്സേജിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കൊടുക്കും? ഒരു റിഡൻഡന്റ് ബിറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. വെറുതെ സെന്ററിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സെന്ററിലേക്ക് വെറുതെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം. അപ്പൊ ആർക്ക് വേണമെങ്കിൽ അത് വ്യൂ ചെയ്യുമ്പോൾ അത് വായിക്കാൻ പറ്റും. ഞാൻ ഒരു സെന്ററിൽ നിന്ന് ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കുമ്പോൾ ഞാൻ അയക്കുന്നത് വെൽക്കം ആണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ കോഡ് വേർഡ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സെന്ററിന്റെ മെസ്സേജും ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ പ്ലസ് റിഡൻഡന്റ് ബിറ്റും കൂടി ആഡ് ചെയ്യും. അപ്പൊ മെസ്സേജ് ആയിരുന്നു ഞാൻ കൊടുത്ത വെൽക്കം എന്ന് വിചാരിക്കാം. അതിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഇടയിൽ നമ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും, വേറെ ഡിജിറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ വെൽക്കം ഇപ്പൊ സാധാരണ കേസിൽ നമ്മിങ്ങനെ വെൽക്കം എന്ന് വെറുതെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വായിക്കാൻ പറ്റും, അല്ലെ? ഇതിനിടയിൽ ഞാൻ എന്താ ഇവിടെ ഒരു സ്റ്റാറോ ഇതിനുള്ളിൽ ഒക്കെ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ എടുക്കുന്നതിനെയാണ് പറയുന്നത് കോഡ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ കോഡ് വേർഡ് വരുന്നത് മെസ്സേജും പ്ലസ് റിഡൻഡന്റ് ബിറ്റ്. മെസ്സേജ് എന്താണോ അതിൽ കൂടെ റിഡൻഡന്റ് ബിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോഡ് വേർഡ് കിട്ടുന്നത്. ഈ കോഡ് വേർഡ് ആയിട്ട് അയക്കുമ്പോൾ അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെ ഈ കോഡ് വേർഡ് എടുക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നേക്കുന്നത് 2r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m പ്ലസ് r പ്ലസ് 1. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ് ആണ് എം, ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിട്ടേൺ ബിറ്റ് ആണ്. ഇതിൽ നിന്ന് എമ്മിന്റെയും ആറിന്റെയും വാല്യൂ ഇക്വേഷൻ എന്താണ് എമ്മും ആറും എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ഹമ്മിങ് കോഡിന്റെ ഇക്വേഷൻ 2r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m പ്ലസ് r പ്ലസ് 1. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡാറ്റ ബിറ്റ്, ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിട്ടേൺ ബിറ്റ്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യണം? ഇനി പൊസിഷനിങ് ഓഫ് റിട്ടേൺ ബിറ്റ്. ഈ റിട്ടേൺ ബിറ്റ് എങ്ങനെ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. പൊസിഷൻ എങ്ങനെ റിട്ടേൺ ബിറ്റിന്റെ ഓരോ ബിറ്റിന്റെയും പൊസിഷൻ എങ്ങനെയാണ് വരാന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കണം നോക്കിയാൽ ഇവിടെ എം തന്നിരിക്കുന്നത്, ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ എം തന്നിരിക്കണത് ഇതായിരുന്നു എം 1100. അപ്പൊ എത്ര ബിറ്റ് ഉണ്ട്? 4 ബിറ്റ് ഉണ്ട്. ഈ 4 ബിറ്റ് വെച്ചുകൊണ്ട് അപ്പൊ എമ്മിന്റെ വാല്യൂ 4 ആണ്, പക്ഷെ നമുക്ക് ആറിന്റെ വാല്യൂ അറിയില്ല. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു 2r ഗ്രേറ്റർ ദാൻ എമ്മിന്റെ വാല്യൂ 4 പ്ലസ് ആർ അങ്ങനെ തന്നെ എഴുതി പ്ലസ് 1 ചെയ്തു. അപ്പൊ ഈ 4 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 2r ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 പ്ലസ് ആർ എന്ന് കിട്ടി. ഇനി നമുക്ക് ആറിന്റെ വാല്യൂ നമ്മൾ ഇതിൽ ആറിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആറിന് ആദ്യം 1 ഇട്ട് കൊടുത്ത് നോക്കാം. ആറിന് 1 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താവും? 2:1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 പ്ലസ് 1. 5 പ്ലസ് 1 എന്ന് പറയുന്നത് 6 ആണ്. ഈ കണ്ടീഷൻ ട്രൂ ആണോ? കണ്ടീഷൻ ഫോൾസ് അല്ലേ? 6നേക്കാൾ ചെറിയ നമ്പർ ആണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് 2. അപ്പൊ ആറിന് 1 കൊടുത്താൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. 6 2 കൊടുത്തു നോക്കാം. 6 2 കൊടുക്കുമ്പോൾ 2:2 അത് 4 ആവും. 4 പ്ലസ് 5 പ്ലസ് 2 ഇവിടെ തന്നെ വരിക 7 ആണ് വരിക. 4 ഗ്രേറ്റർ ദാൻ 4 ലെസ് ദാൻ ആണ്, 7നേക്കാൾ ചെറിയ വാല്യൂ ആണ് 4. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇനി നമുക്ക് 6ന് 3 ഇട്ട് കൊടുത്തു നോക്കാം. 3 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താവും? 2³ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 പ്ലസ് 3. 5 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 8 കിട്ടും. ഇപ്പുറത്തെ സൈഡും 8 കിട്ടും. അപ്പൊ 8ഉം ആണ് ഈക്വൽ ആണ് അല്ലെ? രണ്ട് സൈഡും 8 ആണ്, രണ്ട് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടുത്തെ ആറിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഡാറ്റ ബിറ്റും ഈ റിഡൻഡന്റ് ബിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ കിട്ടുന്നത് കോഡ് വേർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡാറ്റ ബിറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ എത്ര ബിറ്റ് ഉണ്ടായിരുന്നു? എം എന്ന് പറഞ്ഞത് 4 ആയിരുന്നു. ഈ 4ഉം പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് 7 ബിറ്റ്. അപ്പൊ 7 ബിറ്റ് കോഡ് വേർഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഇനി 7 ബിറ്റ് കോഡുകൾ വെച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് റിഡൻഡന്റ് ബിറ്റ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റിന്റെ പൊസിഷൻ എപ്പോഴും 2ന്റെ പവർ ആയിട്ടാണ് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2ന്റെ പവർ ആയിട്ടാണ്, 2ന്റെ പവറിൽ മാത്രമേ എന്ത് നമ്മൾ കൊടുക്കുള്ളൂ? ഈ റിഡൻഡന്റ് ബിറ്റ് ആറിന്റെ വാല്യൂ കൊടുക്കുള്ളൂ. 2ന്റെ പവറിൽ മാത്രമേ ആറിന്റെ വാല്യൂ കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 7 ബിറ്റ് ആണ്. 4 ബിറ്റ് എമ്മും വന്നിട്ടുണ്ട്, 3യും വന്നിട്ടുണ്ട്. അപ്പൊ എം പ്ലസ് ആർ എന്ന് പറയുന്നത് നമുക്കിവിടെ 4 പ്ലസ് 3 7 എന്ന് കിട്ടി. അപ്പൊ 7 ബിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇവിടെ 0 ഇവിടെ 1 തുടങ്ങി 7 വരെയുള്ള ബിറ്റ് കോളം ഞങ്ങൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് 2ന്റെ പവർ വരുന്നത് നോക്കിയേ. ഈ 2ന്റെ പവർ 0 കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും? 1ന്റെ പൊസിഷനിൽ R1 ആയിരിക്കും. അപ്പൊ ഇവിടെ R1 ആയിരിക്കും പ്ലേസ് ചെയ്യേണ്ടത്. ഇനി 2 പവർ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ സ്ഥാനത്തും 2ന്റെ പവർ ആണ് വരുന്നത്. അവിടെയും ഈ R എന്ന് പറയുന്നത് 3 വാല്യൂ ആണുള്ളത്. R1 R2 R3. ആറിന്റെ വാല്യൂ 3 എന്നല്ല പറയണത്. ആറിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ 1 R1 R2 R3 ഇങ്ങനെ 3 റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ R1ന്റെ വാല്യൂ എന്തിനു കൊടുത്തു? ഫസ്റ്റത്തെ പൊസിഷന് കൊടുത്തു. സെക്കൻഡ് പൊസിഷൻ 2ന്റെ പവർ ആയതുകൊണ്ട് അവിടെയും R2 കൊടുത്തു. ഇനി വരുന്നത് 2 പവർ 2 ആണ്. ഇനി വരുന്നത് അപ്പൊ 4th പൊസിഷനിലായിരിക്കും. അപ്പൊ ഈ 4th പൊസിഷനിൽ R3 കൊടുത്തു. ഇത് മൂന്നും പ്ലേസ് ചെയ്ത് ക്ലിയർ ആണോ? 2ന്റെ പവറിൽ മാത്രമേ റിഡൻഡന്റ് ബിറ്റ് പോസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മുടെ ഡാറ്റ ബിറ്റ് ആണ്. നമ്മുടെ ഡാറ്റ ബിറ്റ് എന്ന് പറയുന്നത് എമ്മിന്റെ വാല്യൂ ഇവിടെ തന്നിരുന്നത് 1100 ആണ്. അപ്പൊ അത് ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഡാറ്റ ബിറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടുത്തെ ഡാറ്റ ബിറ്റ് എന്തായിരിക്കും? D1ൽ 0 ആയിരിക്കും, D2ൽ 0 ആയിരിക്കും, D3ൽ 1 ആയിരിക്കും, D4ൽ 1 ആയിരിക്കും. ബാക്കി ഇവിടെ R1 R2 R3 നമുക്ക് അറിയില്ല. അത് നമുക്ക് കണ്ടെത്തണം. അതാണ് നമ്മുടെ ഹമ്മിങ് കോഡ്. ഇതുവരെ ക്ലിയർ ആണോ? അടുത്തേക്ക് പോവാം. ഇനി വേണ്ടത് കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ഈച്ച് റിഡൻഡന്റ് ബിറ്റ്. ഓരോ റിഡൻഡന്റ് ബിറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ R1 എടുക്കുമ്പോൾ LSB ബിറ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അത് LSB ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ വന്നാൽ LSB എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വരുന്നതാണ് LSB, ഇപ്പുറത്തെ സൈഡ് വരുന്നതാണ് MSB. അപ്പൊ നമുക്ക് ഈ കോളത്തിന് ഓരോന്നിനും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ താഴെ ഇവിടെ കണ്ടോ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കോളം 1ന്റെ കോളം ആണെങ്കിൽ 3 ബിറ്റ് വെച്ചിട്ട് 0 0 1
ഇത് 0 1 2 ഇത് 1ന്റെ കോളം, ഇത് 2ന്റെ കോളം, ഇത് 2 + 1 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ബൈനറി ഡിജിറ്റ് നമ്മൾ കൊടുത്തു. ഇനി ബൈനറി ഡിജിറ്റിൽ ഏതൊക്കെ ഡിജിറ്റിലാണ് LSPയിൽ 1 വരുന്നത് നോക്കാം. LSPയിൽ 1 വരുന്ന നോക്കിയാൽ 1ന്റെ സ്ഥാനത്ത് ഈ 1ന്റെ വിട്ടിരിക്കുന്നത് 1 ആണ് വരാം. അപ്പൊ 1ന് LSPയിൽ 1 ആണ്, 2ൽ വരില്ല, 3ക്ക് LSPയിൽ 1 ആണ് ഇവിടെ. ഇനി 4ൽ വരില്ല, 5th LSPയിൽ 1 ആണ്, അപ്പൊ 5th വരും. പിന്നെ 7th LSPയിൽ 1 ആണ്. അപ്പൊ 1 3 5 7ലൊക്കെയാണ് LSPയിൽ 1 വരുന്നത്. അപ്പൊ നോക്കിയേ, ഇനി ഇതിലൊക്കെ ഏതൊക്കെ വാല്യൂസ് ഉണ്ടെന്ന് നോക്കിയേ. ഇപ്പൊ 1ന്റെ സ്ഥാനത്ത് ഇവിടെ വാല്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ആണ്. R1 നമുക്ക് അറിയില്ലായിരുന്നു, R1 നമുക്കറിയില്ല, R2 അറിയില്ല, R3 അറിയില്ല. അപ്പൊ ഈ 1ന്റെ സ്ഥാനത്തെ വാല്യൂ നമുക്കറിയില്ല, അവിടെയാണ് R1 വരുന്നത്. ഇനി R2ന്റെ സ്ഥാനത്ത് എന്താണ്? അവിടെ ഇല്ല. ഇനി R3യുടെ സ്ഥാനത്താണ്. R3 ആണ് ഇനി എടുക്കേണ്ടത്. R3യുടെ സ്ഥാനത്ത് എന്താണ്? ഇവിടെ ഉണ്ട്, 0 ഉണ്ട്. അപ്പൊ ആ 0 ഇവിടെ പ്ലേസ് ചെയ്തു. പിന്നെ വരുന്നത് 5th സ്ഥാനത്ത്. 5th സ്ഥാനത്ത് ഇവിടുത്തെ വാല്യൂ 0 ആയിരുന്നു, ആ 0 ഇവിടെ കൊടുത്തു. ഇനി വരുന്ന 7 ആണ്, 7ന്റെ വാല്യൂ 1 ആയിരുന്നു, അപ്പൊ 1 കൊടുത്തു. ഈ നോക്കിയത് ഈവൺ പാരിറ്റി ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നിരിക്കുന്ന ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് R1 0 0 1 ആണ്. അപ്പൊ അതിൽ എത്ര ഈവൺ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ? ഈവൺ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ? ഈവൻ അല്ലേ? ഈവൺ ആണോ? അവിടെ എത്ര 1 ഉണ്ട്? അയ്യോ, ഓടാ. ആ, ഓടാണ്. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് എപ്പോഴും ഈവൺ പാരിറ്റി ആക്കണം. അങ്ങനെ ഈവൺ പാരിറ്റി ആക്കണമെങ്കിൽ ഈ R1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അപ്പൊ ഇത് ഈവൺ പാരിറ്റി ആയില്ലേ? ഈ R1ന്റെ വാല്യൂ വരേണ്ടത് LSP ബിറ്റൊക്കെ 1 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് 1നും 3ക്കും 5ക്കും 7 ആണ് 1 ഉള്ളത്. ഇതിൽ റിസൾട്ട് ഉള്ളത് 3ക്കും 5നും 0 ആണ്. 1ന്റെ സ്ഥാനത്തും 7ന്റെ സ്ഥാനത്ത് 1 ആണ്. ഈ 1ന്റെ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ റിട്ടേൺ ബിറ്റ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം വെച്ചാൽ ഇവിടെ 1കളുടെ എണ്ണം നോക്കാം. 1ന്റെ എണ്ണം ഒരെണ്ണേ ഉള്ളൂ, 2 എണ്ണം വന്നാൽ മാത്രമേ ഈവൺ ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് R1ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യണം? 1 എന്ന് പ്ലേസ് ചെയ്യണം. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി അടുത്ത ബിറ്റ് എടുക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ R2 എടുക്കുമ്പോൾ സെക്കൻഡ് പൊസിഷൻ ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് പൊസിഷനിൽ 1 വരുന്നത് ഏതിനാണ് നോക്കാം. ഈ ഡിജിറ്റിൽ സെക്കൻഡ് പൊസിഷനിൽ 1 വരുന്നത് നോക്കിയേ. ഇവിടെ 1ൽ വരില്ല, സെക്കൻഡിൽ വരും. 0 1 0. അപ്പൊ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ 1 ആണ്. 3ൽ വരും, പിന്നെ 6ൽ വരും, 7ൽ വരും. അപ്പൊ 2ലും 3ലും 6ലും 7ലാണ് സെക്കൻഡ് പൊസിഷനിൽ 1 വരുന്നത്. അപ്പൊ ഇനി ഓരോന്നിനും വാല്യൂ, ഇതിലുള്ള വാല്യൂസ് എടുക്കുക. നമുക്ക് 2ൽ വാല്യൂസ് ഒന്നും ഇല്ല, അവിടെ നമ്മൾ R2 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ റിട്ടേൺ ബിറ്റ് R2 കൊടുത്തു. 3യുടെ സ്ഥാനത്ത് അവിടെ 0 ആണ്, അത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ വരുന്നത് 6ൽ 1 ഉണ്ട്, 7ൽ 1 ഉണ്ട്. 6ലും 1 7ലും 1. ഇപ്പൊ ഇത് ഈവൺ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ? ഏത് ആ പെട്ടിയില്ലേ? ഈ കിട്ടിയത് ഇത് ഈവൺ ആണോ ഓടാണോ? ഈവൻ. ഈവൺ ആണ്. അപ്പൊ ഈവൺ ആയതുകൊണ്ട് ഇനി ഇവിടെ നമ്മൾ എന്താ കൊടുക്കണ്ടു? 0 കൊടുക്കണ്ടു. അപ്പൊ ഈ R2ന്റെ വാല്യൂ എന്തായിട്ട് മാറും? R2ന്റെ വാല്യൂ 0 വരും. അപ്പൊ R2ന്റെ കോളത്തിൽ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. R1ൽ 1. ഇനി വേണ്ടത് R3നെയാണ് കാണുന്നത്. R3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിലുള്ള വാല്യൂ, മൂന്നാമത്തെ പൊസിഷനിൽ 1 ആയിരിക്കണം. മൂന്നാമത്തെ പൊസിഷനിൽ 1 വരുമ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല, ഇവിടെ വരും. 4 വരും, 5 വരും, 6 വരും, 7 വരും. 4 5 6 7. ഇതിൽ 4ൽ നമുക്ക് റിട്ടേൺ ബിറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് R3 കൊടുത്തു. 5ൽ നമ്മുടെ വാല്യൂ 0 ആണ്, 6ൽ 1 ആണ്, 7ൽ 1 ആണ്. അപ്പൊ നമുക്ക് 0 1 1 1. ഇവിടെ നമുക്കിവിടെ ഈവൺ പാരിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അപ്പൊ R3യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പൊ നമുക്കൊരു കോഡ് വേർഡ് ഇവിടെ ഫോം ചെയ്തു. ഇവിടെ നിന്ന് കിട്ടിയ കോഡ് വേർഡ് ആണ് 1 1 0 0 0 0 1. ഇതാണ് നമ്മുടെ കോഡ് വേർഡ്. ഇതാണ് നമ്മൾ സെൻട്രൽ സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ അത്? ക്ലിയർ. റിസീവർ സൈഡിലേക്ക് ഉണ്ട്. ഇത് ഒരു സെഷൻ നിൽക്കട്ടെ, അടുത്ത സെഷനോട് കൺഫ്യൂഷൻ ആവും. ഇത് അടുത്ത ദിവസം നമുക്ക് പറയാം. ഇപ്പൊ ഈ റിസീവർ സൈഡ് മാത്രം മതി, സെൻട്രൽ സൈഡിലേക്ക് മാത്രം മതി. റിസീവർ സൈഡിലേക്ക് ഇനി അടുത്ത ദിവസം പറയാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. എറർ ഡിറ്റക്ഷൻ മെത്തേഡില് മെത്തേഡാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിൽ ആസ്കി പറഞ്ഞു, എഫ്ഡിക്ക് പറഞ്ഞു, റിഫ്ലക്റ്റഡ് കോഡ് എന്ന് വെച്ചാൽ ഗ്രേ കോഡാണ്. എറർ ഡിറ്റക്ഷൻ കോഡിൽ വരുന്നതാണ് ഹമ്മിങ് ഡിസ്റ്റൻസും ഹമ്മിങ് കോഡും. ആ ഹമ്മിങ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഹമ്മിങ് കോഡാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഹമ്മിങ് കോഡിന്റെ ഒരു സൈഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നമുക്ക് അടുത്ത ദിവസം പറയാം.
ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ മൊത്തം. ആ. സിമ്പിൾ ആണ് ഇതൊക്കെ. ഇതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റിനും മറ്റുള്ളതിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ടോ അതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുന്നതാണെന്ന് അറിയില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഇത് ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, അറിയില്ല എനിക്ക് കറക്റ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ. അപ്പൊ ഇന്നെടുത്തത് ക്ലിയർ ആണല്ലോ. ക്ലിയർ. അപ്പൊ ഇന്ന് ഈ നോട്ട് ഞാനൊന്ന് അയച്ചു കൊടുക്കാം സാറിന്. സാർ അയച്ചു തരും. ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഇന്ന് ഫൈൻഡ് ചെയ്യാം. താങ്ക് യു.